തോമസ് ലിഹയാൽ സ്ഥാപിതമായ പറവൂർ കോട്ടേക്കാവ് സെന്റ് തോമസ് ഫൊറോന പള്ളിയിലെ തിരുനാളിനെക്കുറിച്ച് വികാരി റവറൽ ഫാദർ ഡോക്ടർ ജോസ് പുതിയടത്ത് ന്യൂസ് വൺ ചാനലിൽ പങ്കുവയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒത്തിരി സന്തോഷത്തോടുകൂടി പറവൂർ കോട്ടേക്കാവ് പള്ളിയിലെ പരിശുദ്ധ കന്യാമാതാവിൻ്റെ ശുദ്ധീകരണ ദർശന തിരുനാളിലേക്കും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും വിശുദ്ധ ഗർവാസിസ് പ്രോതാസിസ് സഹദാമാരുടെയും സംയുക്ത തിരുനാളിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നലെ 8-ാം തീയതി വ്യാഴാഴ്ച ഇവിടെ തിരുനാളിന് കൊടിയുയർത്തിക്കൊണ്ട് തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചു. അതിന് മുമ്പായിട്ട് തന്നെ നൊവേന പ്രാർത്ഥനയോടുകൂടി ജനം മുഴുവനും ഈ തിരുനാളിന് ഒരുങ്ങി വരികയായിരുന്നു. ഇന്ന് വെള്ളിയാഴ്ച 9-ാം തീയതി അടുത്ത വർഷത്തെ പ്രസിഡന്റിമാരുടെ വാഴ്ച ആഘോഷമായി നടത്തപ്പെടുന്നു. 25 പ്രസിഡന്റിമാരാണ് അടുത്ത വർഷം തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നത്. ഒപ്പം തന്നെ ഇടവജനത്തിന് പൂർണ്ണമായ സഹകരണമുണ്ട്. ഇപ്രാവശ്യവും 23 പ്രസിഡന്റിമാരും ഇടവജനത്തിൻ്റെ സഹകരണത്തോടും കൂടിയാണ് തിരുനാളുകൾ നടത്തപ്പെടുന്നത്. നാളെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും സഹദാമാരായ വിശുദ്ധ ഗർവാസിസിൻ്റെയും പ്രോതാസിസിൻ്റെയും തിരുനാൾ പ്രത്യേകമായിട്ട് ആചരിക്കപ്പെടുന്നു. അതിൻ്റെ പിറ്റേ ദിവസം പരിശുദ്ധ കന്യാമാതാവിൻ്റെ അത്ഭുതകരമായ അനുഗ്രഹത്തിൻ്റെ തിരുനാളായി ഇടവജനം മുഴുവനും സന്തോഷത്തോടെ പരിശുദ്ധ കന്യാമാതാവിൻ്റെ തിരുനാൾ പ്രത്യേകമായിട്ടും ആഘോഷിക്കുകയാണ്. ഈ തിരുനാളുകൾക്കെല്ലാം ഇപ്രാവശ്യം നേതൃത്വം നൽകുന്നത് ജനറൽ കൺവീനറായി തിരഞ്ഞെടുക്കപ്പെട്ട റോയി ദേവസി തെക്കിനേടത്താണ്. പറവൂർ കോട്ടേക്കാവ് പള്ളിയെ സംബന്ധിച്ച് ഇതൊരു അനുഗ്രഹത്തിൻ്റെ അവസരമാണ്. കാരണം പരിശുദ്ധ കന്യാമാതാവിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥം ഇടവജനത്തിന് മുഴുവനും വളരെയേറെ ആവേശകരമായൊരു അനുഭവമാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ തിരുനാളിന് ഒരുക്കമായുള്ള നവനാൾ പ്രാർത്ഥനകളിലും ഒപ്പം തന്നെ തിരുനാളുകളിലുമെല്ലാം എല്ലാ ജനങ്ങളും അവരുടെ സംഭാവനകൾ കൊണ്ടും സാന്നിധ്യം കൊണ്ടും സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇത്ര പുരാതനമായ മാർത്തോമാ ശ്ലീഹായിൽ സ്ഥാപിതമായ AD 52 സ്ഥാപിതമായ ഈ ദേവാലയത്തിൻ്റെ അന്തരീക്ഷത്തിൽ നടത്തപ്പെടുന്ന ഈ തിരുനാൾ ഇവിടെ വരുന്ന എല്ലാ വിശ്വാസികൾക്കും വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെയും ദൈവാനുഭവത്തിൻ്റെയും അവസരമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ പേര് ഫാദർ ജോസ് പുതിയടത്തെന്നാണ്. ഇപ്പോഴത്തെ വികാരിയച്ഛനാണ് ഇവിടുത്തെ. ഞാൻ വന്നിട്ട് 1.5 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. എങ്കിലും ഇത് 2ാമത്തെ തിരുനാൾ ആഘോഷമാണ് എന്നെ സംബന്ധിച്ച്. എല്ലാ ജനത്തിൻ്റെയും സൗഹൃദപൂർണമായ നല്ല മനസ്സോടെയുള്ള സഹകരണം കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നു. തിരുനാളുകൾ എല്ലാ വിശ്വാസികളെ സംബന്ധിച്ചും ദൈവാനുഗ്രഹത്തിൻ്റെ പ്രത്യേക കൃപ വർഷിക്കപ്പെടുന്ന അവസരമാണ്. പ്രത്യേകിച്ച് വിശുദ്ധരുടെ തിരുനാൾ ആചരിക്കുമ്പോൾ അവരുടെ മാധ്യസ്ഥം വഴി എല്ലാവരും അനുഗ്രഹിക്കപ്പെടുന്നു. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളും വളരെ സന്തോഷത്തോടെയാണ് ജനം ആഘോഷിക്കുന്ന കാരണം വിശുദ്ധൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥ ശക്തി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഭവനങ്ങളിലേക്കും ഈ ഇടവകയിലെ 757 വീടുകളിലേക്കും അമ്പ് എഴുന്നള്ളിക്കപ്പെടുന്നു എന്നത് 23 യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിൽ അമ്പുകൾ എഴുന്നള്ളിക്കപ്പെടുന്നു എന്നത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. അതുവഴി ആ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം എല്ലാവരും യാചിക്കുന്നു. അതുവഴി വിശുദ്ധൻ്റെ മധ്യസ്ഥതയാൽ എല്ലാ പകർച്ചവ്യാധികളും സംരക്ഷിതരായി ആരോഗ്യത്തോടും സന്തോഷത്തോടും ജീവിക്കാൻ എല്ലാവർക്കും കഴിയുമെന്ന വിശ്വാസമാണ് ഈ ഒരു ഭക്താനുഷ്ഠാനം എല്ലാവരും ആവേശത്തോടെ നടത്താൻ കാരണം. അമ്മയുടെ സന്നിധിയിൽ വന്ന വിശ്വാസികൾ അവരുടെ അമ്മ തന്നെയായ പരിശുദ്ധ മറിയത്തിൻ്റെ സന്നിധിയിൽ ജീവിതത്തിൻ്റെ എല്ലാ ഭാരങ്ങളും ഇറക്കി വയ്ക്കുന്നു. അങ്ങനെ അമ്മയോടൊപ്പം സ്വസ്ഥരായി ഈ നവജനം സന്തോഷത്തോടെ തിരുനാൾ ആഘോഷിക്കുകയും അമ്മയുടെ മാധ്യസ്ഥം തേടി ശക്തരാകുകയും ചെയ്യുന്നു. ഈ തിരുനാളുകളിലേക്ക് ആഘോഷങ്ങളിലേക്ക് എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നാളെ വെസ്പര ദിനമാണ്. വൈകിട്ട് 5 മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാനയും അതേ തുടർന്ന് ചിറ്റേറ്റുകര ഭാഗത്തേക്ക് ആഘോഷമായ പ്രദക്ഷിണവും നടത്തപ്പെടുന്നു. 11-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാനയും അതേ തുടർന്ന് പട്ടണ പ്രദക്ഷിണവും നടത്തപ്പെടുന്നു. ഏറ്റവും അവസാനത്തിൽ എല്ലാവർക്കും വേണ്ടി ഒരു മെഗാ ഹിറ്റ് ഗാനമേള ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. ഒത്തിരി സന്തോഷം. എല്ലാവരുടെയും സാന്നിധ്യം ഞാൻ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.